വമാ യുഅദ്ദബാനി ഫീ കബീർ. വൻപാപങ്ങളുടെ പേരിലൊന്നുമല്ല ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് അല്ലാഹു റസൂൽ എടുത്തു പറഞ്ഞു. വൻപാപങ്ങളുടെ പേരിലൊന്നുമല്ല ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ചെറിയ ഒരു കാര്യങ്ങളുടെ പേരിലാണ്. നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ കാര്യങ്ങളുടെ പേരിൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബകൾ ചോദിക്കുകയാണ്, എന്താണ് നബിയേ അതിനുള്ള കാരണം എന്താണ് ഹബീബേ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അമ്മാഹദുഹുമാ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ. മൂത്രമൊഴിച്ചാൽ അല്പം ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണ്, മറയില്ലാതെ മൂത്രമൊഴിച്ചതിന്റെ പേരിലാണ്. മൂത്രമൊഴിച്ചതിന് ശേഷം അത് പരിപൂർണമായി വിട്ടുമാറുന്നത് വരെ ശ്രദ്ധിക്കാതെ ഒളിവിലേക്ക് കിടക്കുന്ന സഹോദര, അവർക്കുള്ള ശിക്ഷ കബറവരെ ഞെരുക്കുമത്രേ, കബറവരെ ഞെരുക്കുമത്രേ. ബാങ്ക് വിളിച്ച് 15 മിനിറ്റ് സമയമുണ്ടെങ്കിലും റോഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. റോഡിൽ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് സമയമാകുമ്പോ ഓടിപ്പോയിട്ട് അങ്ങോട്ട് നേരെ പള്ളിയിലേക്കല്ല പോവാ, ഇവിടെ ബാത്റൂമിലേക്ക് പോയിട്ട് ഓടിച്ചിട്ടൊരു മൂത്രമൊഴിക്കും. ഒന്നും പോവില്ല, ഇസ്തിഗ്ഫാറില്ല, ചുമക്കില്ല, ഒന്നുമില്ല. അത് കുറച്ചങ്ങാണ് പോകും. പിന്നെ അതിലൊരു തുള്ളി അടുത്തവന്റെ അടിവസ്ത്രത്തിലാവും. അതുമായിട്ട് നേരെ വരിക പള്ളിക്കകത്തേക്ക്. പള്ളി ഹറാബാക്കി, ഹൗദ് ഹറാബാക്കി, സഫ് ഹറാബാക്കി, നിസ്കാരം മൊത്തം ഹറാബാക്കി, മൊത്തം ഹറാബ്. ആകെ ഹറാബുക എള്ളുമുട്ട സബീറ പകട്ടിലുമുട്ട കബീറ, തീർന്നു, മൊത്തം പ്രശ്നം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ എന്താണ്? ലാ യസ്തതിറു മിനൽ ബൗൽ. മൂത്രം ഒഴിച്ചിട്ട് മറയില്ലാതെ മൂത്രമൊഴിക്കാൻ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഒരു സംഭവം അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സ്വഹാബിക്ക് ഏർപ്പെട്ട ഒരു സംഭവം നേരത്തെ പറഞ്ഞല്ലോ, ഖബർ ഞെരുക്കുന്നു. ഖബർ എന്ന് പറഞ്ഞാൽ അന്ന അസ്ലുഹ, ഖബർ എന്ന് പറഞ്ഞാൽ അൽ ഖബർ ഉമ്മുഹു, അൽ ഖബർ ഉമ്മു, നമ്മുടെ ഉമ്മയാണ്, മാതാവാണ് ഖബർ. ഖബർ എന്ന് പറഞ്ഞാൽ ഉമ്മയാണ്, നമ്മുടെ മാതാവാണ്. കാരണം എന്താ? ഫമിൻഹാ ഖുലിഖു, അതിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്. ആ മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. നമ്മൾ അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ഏതോ ഒരു രാജ്യത്ത് വിദൂരതയിലായിരുന്നു. നമ്മൾ അവസാനം ഉമ്മയെ കാണാൻ വേണ്ടി ഫലമ്മാ റുദ്ദ ഇലൈഹി, ആ ഖബറിലേക്ക് അവനെ മടക്കപ്പെടുമ്പോ ലമ്മതുഹുൽ വാലിദ, ആ മാതാവ് ആ ഖബറിനെ കെട്ടിപ്പിടിക്കും. ഫമൻ കാന ലില്ലാഹി മുതീഅ ലമ്മതുഹു ബിറഅഫത്തിൻ വറഹ്മത്തിൻ. അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവനാണ് മരിച്ചു പോയതെങ്കിൽ, അവന്റെ മയ്യത്താണ് ആ ഖബറിലേക്ക് കൊണ്ടുവച്ചതെങ്കിൽ, ഒരുമ്മ തന്റെ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് പോലെ സന്തോഷത്തോടു കൂടിയാണ് ആ ശരീരത്തെ മയ്യ ഖബർ വാരി പുടരുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. വമൻ കാന ലില്ലാഹി ആസിയാ, ആരാണ് അല്ലാഹുവിന് വിരോധം ചെയ്തുകൊണ്ട്, അല്ലാഹുവിന് ധിക്കാരം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ആരാണ് മരിച്ച് ആ ഖബറിലേക്ക് പോകുന്നതെങ്കിൽ ലമ്മതുഹു ബിഉൻഫിൻ വസഖത്തിൻ, ഭയങ്കരമായ ദേഷ്യത്തോടും വികാരത്തോടും ക്രോധത്തോടും കോപത്തോടുമാണ് ആ ഖബർ അവനെ ഞെരുക്കുക. എല്ലാവരും ഖബർ ഞെരുക്കും, ഖബർ ഞെരുക്കാതെ വിടുകയില്ല. ഒരു